കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞു കണ്ടായിരുന്നോ? കഴിച്ചപ്പം അത് അമ്മയുടെ ഇഷ്ടം. ഞാൻ അങ്ങനത്തെ കാര്യം സൈഡിലോട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതുപോലെ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടം, അതിലൊരു അഭിപ്രായമില്ല. അമ്മയ്ക്ക് അമ്മയായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ, അത്രയല്ലേ ആയുള്ളൂ. അച്ഛനുള്ളതിന്റെ അത്രയും വരില്ല എന്നുള്ളൊരു കാര്യം അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാകത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അത് അമ്മയുടെ ഇഷ്ടം. അപ്പം അങ്ങനെ നടന്നു പോകണമെങ്കിൽ അങ്ങനെ നടന്നു പോട്ടോ. അല്ലാണ്ട് ഞാൻ അതിൽ കയറി എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. അതുപോലെ അങ്ങ് പോകും. അമ്മ ഇപ്പൊ ആക്ടിങ് ഒരു പ്രൊഫഷനായിട്ട് എടുത്തേക്കാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണോ കിച്ചുവിന്റെ എഡ്യൂക്കേഷൻ ഫീസ് ആണെങ്കിലും ഒരു ഹെൽപ്പ് ആവുന്ന അമ്മയുടെ വരുമാനമാണോ? അങ്ങനെയൊക്കെ അയച്ചായിരുന്നു. അപ്പൊ അമ്മ പോക്കറ്റ് മണിയായിട്ടൊക്കെ ക്യാഷ് അയച്ചു തരാറ്? അപ്പൊ തന്നെ ഇട്ടുതരാം, അത്രേ ഉള്ളൂ. അല്ലാതെ ചോദിക്കത്തൊന്നുമില്ല എന്തിനാ അങ്ങനെ ചോദിക്കത്തില്ല. അറിയാം എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിരിക്കും. ആയിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ അങ്ങനത്തെ കാര്യം സൈഡിലോട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. വീഡിയോ കണ്ട് ജസ്റ്റ്. അമ്മ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ ദാസേട്ടനായിട്ടുള്ള വീഡിയോസ് വന്നതിന് ശേഷം രണ്ടുപേരും ചേർത്ത് വളരെ മോശമായിട്ടൊരു കമന്റ് വരികയും അതിനെതിരെ സൈബർ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അഭിനയിക്കുന്നില്ല. അപ്പം ബാക്കിയുള്ളവരാണല്ലോ അഭിനയിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ. കേസ് കൊടുത്താൽ നല്ലൊരു കാര്യം, അങ്ങനെ പൊട്ടു. അമ്മയുടെ ഈ അടുത്തിറങ്ങിയ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ? അയ്യോ, അങ്ങനൊന്നും ചോദിക്കല്ലേ. അയ്യോ, അമ്മയുടെ വീഡിയോ. ഇപ്പൊ അമ്മയുടെ കുറെ പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ, അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഉണ്ട്. വീട് വെച്ചിരിക്കുന്നത് രേണു ചേച്ചിയുടെ പേരിലാണ്. അത് കാരണം കിച്ചുവിനെ ഇറക്കി വിട്ടു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ കൊല്ലത്തേക്ക് പോകുമായിരുന്നു. അച്ഛനുണ്ടായിരുന്നു ചിലപ്പോ. അതുപോലെ രേണു ചേച്ചി കേസ് കാണാൻ എലിയനെ പോലെയാണ്, എന്താ ഹാൻസ് വെച്ചിട്ടാണോ നീ നിൽക്കുന്നത്, നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ കമന്റുകൾ വരാറുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ നല്ല വന്നായിരുന്നു. ആ ടൈമിൽ എനിക്കും കുറെ എനിക്ക് കേട്ട് ശീലമായി. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കേൾക്കും. പക്ഷെ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആരെയും അങ്ങനെ പറയാനുള്ള ഇതില്ല. അനിയമാവെ കാണാൻ തോന്നാറുണ്ടോ? അപ്പൊക്കെ ഞാൻ വിളിക്കും ഇങ്ങോട്ട്. ഞാൻ ഇവിടെ വന്നപ്പോഴാണെങ്കിലും കണ്ടു നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹമാണ്. വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു.